തീർത്ത് മോനെ തീർത്ത് കളഞ്ഞ ഞാനത്. ഓക്കെ, ഹൈ ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാഡ്ബ ഐലൻഡിൽ നിന്ന് ഇപ്പോൾ ഭയങ്കര കയ്യില്ല. ഓക്കെ, കാഡ്ബ ഐലൻഡിൽ നിന്ന് ഞങ്ങളിപ്പോൾ ബസ് എടുത്തു. കാലത്ത് ഒരു 7:30ക്കാണ് ബസ്. ഞങ്ങൾ ആ പാക്കേജ് ഇന്നിപ്പോൾ സ്പീഡ് ബോട്ടിങ് മാറും. സ്പീഡ് ബോട്ടിൽ നിന്ന് പിന്നെ വീണ്ടും ബസ് എടുത്തിട്ട് ഹനോയിലേക്ക് പോകും. ഒരു 4-4.5 മണിക്കൂറാണ് ടോട്ടൽ ട്രിപ്പ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ് കയറി ഇനി ആ ഫെറി സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്നാണ് സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് പിന്നെ ഹാലോങ് ബേയിൽ ഇറങ്ങും. ഹാലോങ് ബേയിൽ നിന്ന് ബസ് പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ സ്ട്രെയിറ്റ് ടു ഹാനോയ്. അതാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ബസ്സിലാണ്. അപ്പോൾ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ, ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഫെറി സ്റ്റേഷനിൽ എത്തും. ഞങ്ങളിപ്പോൾ ബസ് എത്തി, ഫെറി സ്റ്റേഷനിലെത്തി. ഇനി ഫെറി വരാനൊരു 15-20 മിനിറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആ നേരം കൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കുക, ഫെറി സ്റ്റേഷനിൽ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഒരു 20 മിനിറ്റിൽ ഫെറി എത്തും. ഫെറി ആണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇനി ഫെറി ആണോ സ്പീഡ് ബോട്ടാണോ എന്നറിയില്ല. ഈ പാക്കേജ് ഡിസ്ക്രിപ്ഷനിൽ സ്പീഡ് ബോട്ട് എന്നാണ് എഴുതിയത്. അതാ ഞാൻ ആദ്യം സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞത്. പക്ഷെ സ്പീഡ് ബോട്ടല്ല, ഫെറി ആയിരുന്നു. ഞങ്ങൾ ഇതേപ്പോൾ ഫെറി എത്തി. വണ്ടി ഫെറിയിൽ കയറ്റാണ്. ബസ് ഫെറിയിൽ കയറ്റി അവിടെ ബസ് ഇറക്കി. ഈ ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ പോണത്, ഹനോയ് പോണത്. ഞങ്ങളെടുത്ത ഈ പാക്കേജ് കാഡ്ബയിലെ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസിലും അവൈലബിൾ ആണ്. പാക്കേജിന്റെ റേറ്റും സെയിം ആയിരിക്കും. 250K ഡോങ് ആണ് പെർ ഹെഡ് ഞങ്ങൾക്ക് വന്നത്. ഈ പാക്കേജ് എടുത്തത് ശരിക്കും ഞങ്ങൾക്കൊരു ഉപകാരമായി. കാരണം വേറെ ഒന്നും ഞങ്ങൾ അറിയേണ്ടി വന്നില്ല. ഈ ബസ് കറക്റ്റ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഫെറി സ്റ്റേഷനിൽ എത്തും. എന്നിട്ട് വീഡിയോയിൽ കണ്ടതുപോലെ ആ ഫെറിയിൽ കയറി ഹാലോങ് ബേ ഫെറി സ്റ്റേഷനിൽ എത്തിയിട്ട് പിന്നെ അവിടെ നിന്നാണ് നേരെ ഹനോയിലേക്ക് പോണത്. ഞങ്ങളുടെ ഹനോയിലെ സ്റ്റേ ഓൾഡ് ക്വാർട്ടേഴ്സിലാണ്. ഈ ഓൾഡ് ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലേക്ക് ബസ് കിടക്കില്ല. കാരണം അവിടുത്തെ സ്ട്രീറ്റ്സ് എല്ലാം വളരെ ചെറുതാണ്. അപ്പോൾ ഓൾഡ് ക്വാർട്ടേഴ്സിന്റെ പുറത്തായിട്ട് ഈ ബസ് ഞങ്ങളെ ഇറക്കി. ഞങ്ങളെ ഡ്രോപ്പ് ഓഫ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലെത്തി. ഇത് വിയറ്റ്നാമിലെ ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റേ ആയതുകൊണ്ട് ഒരു റൂഫ് ടോപ്പ് സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തത്. ഇതുവരെയുള്ള ഞങ്ങളുടെ സ്റ്റേ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റേ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 8 ബങ്ക് ബെഡ്സ് ഉള്ള ഒരു ഡോമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ 4 പേർക്കും കൂടെ ഒരു 3000 രൂപയോളമായി. ഞങ്ങൾ ഇപ്പോൾ ഹനോയ് ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഒരു 4-4.5 മണിക്കൂർ എടുത്തു മൊത്തം ട്രാവൽ ചെയ്യാൻ. മറ്റേ ബസ്സും ഫെറിയും ഒക്കെ ആയിട്ട് 4-4.5 മണിക്കൂർ എടുത്തു. ഞങ്ങളൊരു ഹോസ്റ്റലാണ് ഇവിടെ എടുത്തേക്കണേ ഹനോയിൽ. നല്ല ഹോസ്റ്റലാണ്, കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. 2 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോൾ 2 മണിക്ക് ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് നടക്കാൻ ഇറങ്ങും. ഈ നല്ല ഹോസ്റ്റലാണ്. ഇവിടെ മറ്റേ റൂഫ് ടോപ്പ് ബാറൊക്കെ ഉള്ളൊരു ഹോസ്റ്റലാണ്. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട്. സിറ്റി വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്, നല്ല റഷാണ്, ട്രാഫിക്കൊക്കെ ഉണ്ട് നന്നായിട്ട് ഈ നേരത്ത്. ഇപ്പോൾ രാത്രി ഇങ്ങനെയാവുമെന്ന് കണ്ടറിയണം. വിയറ്റ്നാമിന്റെ ക്യാപിറ്റലാണ് ഈ ഹനോയ്. അതുകൊണ്ട് ഇവിടെ നല്ല പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും സ്കൂട്ടർ റെന്റിങ് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ നടന്ന് കാണാൻ തീരുമാനിച്ചു.
ഇതാണ് ഇവിടുത്തെ ഫേമസ് ട്രെയിൻ സ്ട്രീറ്റ്. ഈ ട്രെയിൻ സ്ട്രീറ്റ് ഞങ്ങൾ കണ്ടു എന്ന് പറയാം, പക്ഷെ ആ ട്രെയിനും കണ്ടില്ല, ആ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നടക്കാനും പറ്റിയില്ല. അപ്പോൾ നേരത്തെ കണ്ടതാണ് ആ റെയിൽവേ സ്ട്രീറ്റ്, ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയണത്. പക്ഷേ അവിടെ ഇപ്പോൾ മറ്റേ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അടച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ ട്രെയിനിൻ്റെ ആ പ്രവർത്തനം ഇല്ലെന്നാണ് തോന്നണേ. കാരണം ഇപ്പോൾ രണ്ട് സൈഡും ബാരിക്കേഡ് വെച്ചിട്ട് അടച്ചിരിക്കുകയാണ്. ഇന്നില്ലെന്നാണോ അതോ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 1-2 ദിവസത്തിലെ ഈ ട്രെയിൻ പാസിങ് ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എഴുതി വെച്ചപ്പോൾ കണ്ടത്. ഇത് അവിടെ അടുത്തുള്ളൊരു പാർക്കാണ്. ഇത് ചീട്ടുകളിയല്ല, പക്ഷെ അവിടുത്തെ ഏതോ കളികൾ. ഹനോയില് മെയിനായിട്ട് ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ച 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഓൾഡ് ക്വാർട്ടേഴ്സും പിന്നെ ഒന്ന് ട്രെയിൻ സ്ട്രീറ്റും. അതിൽ ട്രെയിൻ സ്ട്രീറ്റ് ഇതാ ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ. പിന്നെ ഈ ഓൾഡ് ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ സ്റ്റേ എടുത്തേക്കണത്. അപ്പോൾ അവിടെ രാത്രിയാണ് ഫുൾ ഓൺ ആവുക. അപ്പോൾ അതെന്തായാലും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഇവിടെ വരുന്നത് കുറേ ആർക്കിടെക്ചറൽ ബിൽഡിങ്സ് ആണ്. ഈ കത്തീഡ്രലും ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറും അങ്ങനെ പറഞ്ഞ പഴയ ഓൾഡ് ആർക്കിടെക്ചറൽ ബിൽഡിങ്സാണ്. എനിക്ക് പേഴ്സണലി ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം അവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ്. പിന്നെ ആ ടൈമിൽ അവിടെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടുത്തെ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ കാണാൻ തീരുമാനിച്ചു. ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ കാണാൻ പോവാണ്. എല്ലാം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റേഡിയസിലാണ്, ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേയുടെ റേഡിയസിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇനി ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ വിസിറ്റ് ചെയ്യാൻ പോവുക. അത് ഇന്നത്തേക്ക് മിക്കവാറും അതുണ്ടാവുള്ളൂ. പിന്നെ നാളെ രാവിലെ ഫുൾ ഡേ ഉണ്ടാവും. അപ്പോൾ നാളെ രാവിലെ ആയിരിക്കും മിക്ക പ്ലേസുകളും കവർ ചെയ്യാൻ പോണത്. പിന്നെ ഈ ഹനോയ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ ദനാങ്, ഫോങ്ന, പിന്നെ കാറ്റ് ഐലൻഡ്, ഹാലോങ് ബേ ഇവിടെയൊക്കെ പോയതിൽ കുറച്ചുകൂടി റഷായിട്ടുള്ള കുറേ വണ്ടികളും ട്രാഫിക്കൊക്കെ ഉള്ള സ്ഥലം ഹനോയാണ്. ഇവിടെ കുറേ വണ്ടികളുണ്ട്, കുറേ ട്രാഫിക്കിലുണ്ട്, നല്ല റഷാണ്, കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ 3:45. ഇനിയിപ്പോൾ ഇനി രാത്രി എത്രത്തോളം വരെ ഇവിടെ ഓണായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അത് ഇന്ന് രാത്രി അറിയാൻ പറ്റും. ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിനെ പറ്റി പറയുവാണെങ്കിൽ 1070-ലാണ് ഈ ടെമ്പിൾ പണിയണത്. ആ കാലഘട്ടത്തിൽ ഇതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടുത്തെ ബ്യൂറോക്രാറ്റ്സിനും പിന്നെ റോയൽ ഫാമിലീസിനൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണ ഒരു യൂണിവേഴ്സിറ്റി. ഒരു 1700 വരെ ഇതൊരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. പിന്നെ അത് മാറി ഒരു സ്കൂളായി, പിന്നെ അതൊരു റിലീജിയസ് ടെമ്പിളായിട്ട് മാറി. ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓൺലൈൻ വഴി സെർച്ച് ചെയ്തെടുത്തതാണെങ്കിലും ഇങ്ങനത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഗൈഡിനെ എടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അവരാകുമ്പോൾ ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി നല്ല വിശദമായിട്ട് പറഞ്ഞു തരും. ഞങ്ങൾ പക്ഷേ ഗൈഡിനെ എടുത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഉള്ളിലാണ് നടക്കണേ. ഇത് വെറുതെ ഗൈഡൊന്നും ഇല്ലാണ്ട് വെറുതെ നടക്കാന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് നടക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ വരാണെങ്കിൽ ഗൈഡിനെ എടുക്കണതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഹിസ്റ്ററി ഇതൊക്കെ പറഞ്ഞു തരാൻ അവർ വേണം. അല്ലെങ്കിൽ വെറുതെ ചുമ്മാ പട്ടി ചന്തയ്ക്ക് പോയ പോലെ വെറുതെ നടക്കാം, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ ഗൈഡിനെ എടുക്കേണ്ടി വരും. അങ്ങനെ ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. അവിടുത്തെ റൂഫ് ടോപ്പിൽ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് തിരിച്ച് ഡോമിൽ വന്നൊന്ന് ഫ്രഷനപ്പ് ആയി ഞങ്ങൾ വീണ്ടും ഓൾഡ് ക്വാർട്ടേഴ്സിലെ നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി.
ഓക്കെ തെറ്റടിക്ക്. എത്ര രൂപ? എത്ര രൂപ? 100 രൂപ. 100 രൂപ. ഓക്കെ. സംസാരിച്ചിരിക്കും. സംസാരിച്ചിരിക്കില്ലേ? ഞങ്ങളിപ്പോ മറ്റേ ഹാനോയിലാണ്. ഹാനോയിൽ ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഇവിടെ നല്ല ക്രൗഡ് ഉണ്ട് ഹാനോയില്. ഞങ്ങള് മുന്നേ വിസിറ്റ് ചെയ്ത ഹാലോങ് ബേ, കാഡ്ബ ഐലൻഡ്, പിന്നെ ഡോങ് ഹോ ഇതുപോലൊന്നല്ല. ഇവിടെ ഹാനോയില് 11 മണിയായിട്ടും ആൾക്കാർ കുറേ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇപ്പൊ സ്ട്രീറ്റ് കൂടെ ഒരു റൗണ്ട് അടിച്ചോണ്ടിരിക്കുക സ്കൂട്ടറില്. 3 പേര് ട്രിപ്പിൾസ് ആയിട്ട് ഗ്രാബ് സ്കൂട്ടറാണ്. ഞങ്ങൾ ശരിക്കും ഈ റൈസ് വൈൻ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഗ്രാബ് ഡ്രൈവർക്ക് ഒരു സ്ഥലം അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ സ്കൂട്ടറിൽ കയറി അവിടെ ചെന്നിറങ്ങി ഒരു കുപ്പി റൈസ് വൈന് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലെ റൂഫ് ടോപ്പിലേക്ക് വിട്ടു. അവിടെ ഞങ്ങൾ പതുക്കെ ഈ റൈസ് വൈനൊക്കെ അടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന് ഒരു 3 മണിക്കൊക്കെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്.